വിജി, നീ എന്താ മോളെ ഇങ്ങനെ ഇരിക്കുന്നെ? മതി. നിന്റെ ദേഷ്യം വെറുപ്പൊക്കെ നീ തന്നെ ഒന്ന് നിയന്ത്രിക്ക്. നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ എന്താ ഉണ്ടായെന്ന് ചോദിക്കാതെ ആ വിഷമത്തിന്റെ കാരണം അറിയാൻ ഒരു അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എന്റെ മോള് സന്തോഷായിട്ട് ജീവിക്കുന്നത് കാണാൻ ഞാനും നിന്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്ത് ഒരുത്തന്റെ കൂടെ പോയി. ഇന്ന് അവനെ ഉപേക്ഷിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ വന്നില്ലേ? ശരി, ഇനി വേറൊരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. അത് ഞാൻ ഉപേക്ഷിക്കുക. പക്ഷെ നീയായിട്ടൊരു ജീവിതം തെരഞ്ഞെടുത്തതല്ലേ? ആ ജീവിതത്തിൽ എന്ത് നിനക്കുണ്ടായത്? എന്തുകൊണ്ട് നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത്? നീ വിശ്വസിച്ച് ഇറങ്ങിപ്പോയവൻ ഇപ്പൊ എവിടെയുള്ളത്? അവനെന്താ പറ്റിയത്? നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ കാരണം എന്താ? ഇവിടെ നോക്ക് വിജി, എന്തൊക്കെ ഉണ്ടായാലും പെറ്റ അമ്മയുടെ അടുത്ത് ഇതൊന്നും മറച്ചു വെക്കല്ലേ. നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കും. എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വച്ചിട്ട് എന്തിനാ നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നെ? ഞാൻ നിന്നോടാ ചോദിക്കുന്ന വിജി. മതിയമ്മേ, എന്നോടൊന്നും ചോദിക്കണ്ട. ഇതെല്ലാം ഞാൻ മറക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാ. വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് എന്റെ മനസ്സിലുള്ള വലിയ മുറിവിനെ വീണ്ടും വലുതാക്കരുത്. നീ ഒരുത്തിനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയില്ലേ? അവൻ ഇപ്പൊ എവിടെയുള്ളത്? നിനക്കും അവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താ? വിക്രം, I love you, വിജി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്കെന്ന് പറഞ്ഞ എത്രയാ? എത്രയാണെന്ന് എങ്ങനെ പറയാം? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടം എനിക്ക് നിന്നെ. എന്ത് പറ്റി വിജി? എന്താ പെട്ടെന്ന് ഡള്ളായത്? അതല്ല വിക്രം, പേടിയാവുന്നുണ്ട്. പേടിയോ? എന്തിനാ പേടിക്കുന്നേ? എന്റെ വീട്ടില് എന്തായാലും നമ്മുടെ കല്യാണത്തിന് സമ്മതം പറയില്ല. നമ്മള് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നാവോന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ വിജി ഇത്? ഈ കാര്യത്തിനൊക്കെ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആത്മാർത്ഥ പ്രണയം വിജയിക്കും. അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ അത് ശരിക്കുള്ള പ്രണയമല്ല. എൻ്റെ അമ്മയും നമ്മുടെ ഈ പ്രണയത്തിനെതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ ജീവൻ, എൻ്റെ ലോകം, എൻ്റെ പ്രണയം, കവിത, എല്ലാം നീയാ. അതൊക്കെ ശരിയാ. എന്നാലും ഉള്ളിന്റെ ഉള്ളില് ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? എത്ര വലിയ ശക്തി വന്നാലും നമ്മുടെ പ്രണയത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. അതെന്നും ഏത് സാഹചര്യത്തിലും നമ്മൾ ഒരിക്കലും വേർപെടുത്തില്ല. ആര് വിചാരിച്ചാലും നമ്മളെ തമ്മിൽ അകറ്റാൻ പറ്റില്ല. ഈ വിക്രമനുള്ളതാണ് വിജി, വിജിക്കുള്ളതാണ് ഈ വിക്രം.
സമയമായല്ലോ. ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നിലമോൾ എവിടെ പോയി? നില, നില, നില. ഇതെന്താ സാമ്പ്രാണിയുടെ മണം? ഇതെന്തായാലും അമ്മയുടെ പണി തന്നെ ആയിരിക്കും. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് നില. മുത്തശ്ശി എനിക്ക് എന്റെ അമ്മ ചെയ്യുന്ന പോലെ സൈഡിൽ വകഞ്ഞെടുത്ത തലമുടി ചീവിത്തരോ? ചെറിയ കുട്ടിയായിരുന്നപ്പോ നിന്റെ അമ്മയുടെ മുടിയും ഇതുപോലെ ചീകി പൂവൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു. അമ്മയെ കാണാനും മോളെ പോലെ തന്നെ ക്യൂട്ടായിരുന്നു. അമ്മയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ മോള് കണ്ടിട്ടുണ്ടോ? മുത്തശ്ശി പിന്നെ കാണിച്ചു തരാട്ടോ. അത് കണ്ടാ നിലമോളെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതുപോലെ തോന്നും. അതെയോ? മുത്തശ്ശി എനിക്ക് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തന്നെ. അത് അമ്മാവന്റെ വീട്ടിലായിരിക്കുന്നെ. ശിവ വരുമ്പോ ഞാനത് എടുത്തോണ്ട് വരാൻ പറയാട്ടോ. ആ